നോയമ്പ് അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നുമല്ല. അള്ളാഹു പരമകാരുണികനാണ്. ആരോഗ്യമുള്ളവർക്കാണ് നോയമ്പ്. രോഗമുള്ളവർക്കും വയസ്സ് ചെന്നവർക്കൊന്നും നോയമ്പ് ബാധകമല്ല. എന്നിട്ട് 30 ദിവസം കഴിയുമ്പോൾ പിന്നെയും 10 ദിവസം കൂടെ എക്സ്ട്രാ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട്. നമ്മൾ യാത്രികനാണെങ്കിൽ 4 റക്അത്ത് ഉള്ളത് നമുക്ക് 2ആയിട്ട് ചുരുക്കാൻ സാധിക്കും. 2ആയിട്ട് ചുരുക്കി നമുക്ക് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് മുമ്പോട്ട് നിസ്കരിക്കാൻ പറ്റും. ഈ മുമ്പോട്ട് നിസ്കരിക്കുന്നതിനെ നമുക്ക് ചുരുക്കാൻ സാധിക്കും. 4 എന്നുള്ളത് 2 കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നമുക്ക് നോമ്പെടുക്കാൻ പറ്റത്തില്ല എങ്കിൽ 200 രൂപയോ, അത് മിനിമമാണ് പറയുന്നത്, 200 രൂപയോ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ളതല്ല, നിങ്ങൾക്ക് ചാരിറ്റി അന്നത്തെ ദിവസം ചാരിറ്റി ചെയ്താൽ മതി. ആരോഗ്യമുള്ളവർ മാത്രം നോയമ്പെടുക്കുക. ഒരു നിർബന്ധവുമില്ല. അള്ളാഹുവിന് എല്ലാവരേക്കാളും നിങ്ങളെ അറിയാം. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ പ്രീതിപ്പെടുത്തിയാൽ മതി. എന്നാൽ നോയമ്പ് മുഖ്യമാണ്. ഒരു ജെന്യൂൻ ആൾക്ക് എപ്പോഴും സ്കിപ്പ് ചെയ്യാം. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അസുഖം വന്നു, ഭാര്യയ്ക്ക് അസുഖം വന്നു, ഭാര്യനെ ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെയൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം മടി കൊണ്ട് ഒരു ആരോഗ്യവാനായ ഒരാൾ നോയമ്പ് മിസ്സാക്കരുത്. സോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.